അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടൈലറിങ് ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ആണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ആലിയ കുർത്തിയാണ് കേട്ടോ. നമ്മൾ ആലിയ വൈറലായിട്ടുള്ള നമ്മുടെ ആലിയ കട്ട് കുർത്തിയില്ലേ, അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതാ FL ഇട്ടിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ശരിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഇവിടെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതൊന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. ഒരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരളവും ഈ ഒരളവുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ FL എന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് എനിക്ക് ആവശ്യമുള്ളത് 54 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് YL എന്നിട്ടുള്ളത് യോക്ക് ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നമ്പർ ഇട്ടിട്ട് മെഷർമെൻ്റ് ഒക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അളവുകൾ മാർക്ക് ചെയ്ത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് മെഷർമെൻ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫ്രോക്കാണെങ്കിലും അതേപോലെ തന്നെ ടോപ്പും കുർത്തിയൊക്കെ അതുപോലെ ഇത്രയും അളവുകൾ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ യോക്ക് ലെങ്ത്ത് നമ്മളെ ഫ്രില്ലിടണീൻ്റെ മുകളിലുള്ള നമ്മളെ ഒരു യോക്കിൻ്റെ ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തെ ലെങ്ത്താണ് കേട്ടോ ഞാൻ 16 ഇഞ്ച് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് SH എന്ന് ഇട്ടിട്ടുള്ളത് ഷോൾഡറാണ്. ഷോൾഡർ എനിക്ക് 16 ഇഞ്ചാണ്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ XXL സൈസാണ് കേട്ടോ. അപ്പോൾ XXL സൈസുള്ളവർക്കൊക്കെ ഈ ഒരു അളവ് എടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഷോൾഡർ ഞാൻ 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 16 എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡറാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ പകുതിയാണ് ക്ലോത്തിലേക്ക് മടക്കിയിട്ട് വരുമ്പോൾ മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് RM എന്നിട്ടുള്ളത് ആം ഹോളാണ്, അത് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് ചെസ്റ്റാണ്. ചെസ്റ്റ് എനിക്ക് 43 ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റിൻ്റെ റൗണ്ടാണ് 43 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 4ൽ1 ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ 4ആക്കി മടക്കി വെച്ചിട്ടല്ലേ ക്ലോത്ത് കട്ട് ചെയ്യുക. അപ്പോൾ 43ൻ്റെ 4ൽ1. അപ്പോൾ നമുക്ക് 10.75 കിട്ടും, 10.75. അതിലേക്ക് ഞാൻ പ്ലസ് ½ ഇഞ്ച് ലൂസ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ½ ഇഞ്ച് ലൂസ് പിന്നെ പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10.75 നമുക്ക് 43ൻ്റെ 4ൽ1 കിട്ടുക. അതിലേക്ക് ½ ഇഞ്ച് ലൂസ് എക്സ്ട്രാ ഇട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളെ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 4ൽ1 ഭാഗം എടുക്കുക. അതിലേക്ക് ½ ഇഞ്ച് ലൂസ് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടെ കൂട്ടിയിട്ടുള്ളത് അളവാണ് നമ്മൾ ചെസ്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഇവിടെ 11.25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ 12.25 12.25 എനിക്ക് ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതായിട്ട് VR എന്ന് എഴുതിയിട്ടുള്ളത് വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് വരുന്ന റൗണ്ടാണ്. അത് എനിക്ക് 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള റൗണ്ടിലുള്ള അളവാണ് കേട്ടോ 40 ഇഞ്ച്. 40നെ ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും. ഒരു ഭാഗത്തേക്ക് 10 ഇഞ്ച്. 10 ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് ½ ഇഞ്ച് ലൂസും പ്ലസ് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു യോക്കിൻ്റെ ഭാഗം കേട്ടോ. ഫസ്റ്റ് പാർട്ട് നമ്മളിത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് അളവുകൾ എടുക്കേണ്ടത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും നെക്കിൻ്റെ നീളമൊക്കെ വീതിയൊക്കെ ഉണ്ട്. അത് നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത സെക്കൻഡ് പാർട്ടാണെന്നുള്ളത് നമുക്ക് അടുത്തത് സ്കേർട്ടിൻ്റെ ഭാഗം, നമുക്ക് ഫ്രില്ലിടാനുള്ള ഭാഗം. അത് FL എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഫുൾ ലെങ്ത്ത് 54 ഇഞ്ചാണെന്ന്. അപ്പോൾ ഈ ഒരു 54-ന്ന് മൈനസ് 16 ഇഞ്ച് നമുക്ക് കുറക്കണം. അപ്പോൾ 16 ഇഞ്ച് എന്താണ് നമ്മളെ യോക്കിൻ്റെ ലെങ്ത്ത്, നമ്മളെ മുകളിൽ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 16 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ. അപ്പോൾ അതാ ഇതുപോലെ നമ്മളെ ആ ഒരു ഫ്രോക്ക് അല്ല ആ കുർത്തി, നമ്മുടെ ഈ ഒരു ഫ്രോക്കോ കുർത്തി എന്താണെന്ന് വെച്ചാൽ അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് ഭാഗമാണ് നമ്മളെ യോക്ക് ഭാഗം. താഴോട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ സ്കേർട്ട് ഭാഗം. അപ്പോൾ ആ യോക്കിൻ്റെ ഭാഗം കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മളെ സ്കേർട്ടിൻ്റെ ഭാഗം.
അപ്പം 54 16 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 38 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 38ൻ്റെ കൂടെ ഞാൻ പ്ലസ് 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അരഭാഗത്ത് നമുക്ക് ഫ്രില്ലിടുന്ന അവിടെ നമുക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു 1 ഇഞ്ചും അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് അരയും കൂട്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1/2 ഇഞ്ച് നമുക്ക് താഴെ മടക്കി അടിക്കാനും കൂടെ വേണം. അങ്ങനെ ടോട്ടൽ ഞാൻ മാർക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യണത് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല വലിയ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. അപ്പോൾ അതാ ഞാൻ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്ലോത്താന്നുള്ളത് സങ്കല്പിക്കുക. അപ്പോൾ 2 പീസ് ക്ലോത്ത് അത് നമ്മളിതാ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 ആക്കി മടക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ 4 ഭാഗമുണ്ട്. ഇനി ഇതിൽ നമ്മൾ മെഷർമെൻറ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ 16 ഇഞ്ചായിരുന്നല്ലോ യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 16 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 16ൻ്റെ പകുതി 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോളും ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ചെസ്റ്റാണല്ലേ. ചെസ്റ്റ് ഞാനിവിടെ 12.5 നമുക്ക് 12.25. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു. സീം അലവൻസ് നമ്മൾ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ ആലിയ കട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് ഈ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നെക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ വീതി ഇറക്കം എത്ര വേണം അതും കൂടെ മാർക്ക് ചെയ്യുക. ഞാൻ വീതി 3 ഇഞ്ചും ഇറക്കം ഞാൻ 5.5 ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ബാക്ക് നെക്ക് ഞാൻ ഇറക്കം വെറും 2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ബാക്കിൽ കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ബാക്കിൽ 2 ഇഞ്ചും ഫ്രണ്ടിൽ 5.5 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് ഭാഗമാണ് കേട്ടോ. ബാക്കിൽ നെക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടുന്ന് ആം ഹോളൊക്കെ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ 2 പീസും കൂടെ കേട്ടോ നമ്മളിതുപോലെ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബാക്ക് ഭാഗമാണ്, ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രണ്ട് ഭാഗത്താണ് അടുത്ത കട്ടിങ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം നെക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത് വീനെക്കാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ആലിയ കട്ടാകുമ്പോൾ വീനെക്കാണ് ഭംഗി. പിന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 4 ഇഞ്ച് അതും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് ഭാഗം. ഇങ്ങനെയാണ് നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ കടലാസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള അതുപോലെ നിങ്ങൾ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം ഫ്രില്ലിടാനുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ബാക്കി താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പീസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസിലാണ് നമുക്ക് ഇനി ഇതിൽ മാർക്കിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തും ഫ്രില്ലിടാനുള്ള ഭാഗത്തും നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് ആ ഒരു 4 ഇഞ്ച് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം, നടുമടക്കിയിട്ടാട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ നേരെ ഈ മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ കോണാക്കിയിട്ട് വരച്ചെടുക്കുക. 4 ഇഞ്ച് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം ഫ്രില്ലിടാൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ടിട്ട് നമ്മൾ ആ യോക്ക് ഭാഗത്തിന് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രില്ലിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു പേപ്പറിൽ കാണിച്ചു തരുന്നതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ കമൻറ്റിൽ, ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്തിൽ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന അളവുകളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളിതിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ
യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ മാർക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യുക. താഴോട്ട് ആം ഹോൾ ഞാൻ 8 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ഇതിലേക്ക് 12.4 നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ആം ഹോൾ കർവ് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെസ്റ്റും വേസ്റ്റും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ട് പുറത്തുനിന്ന് നല്ല സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് 3 ഇഞ്ച് വീതിയും 5.5 ഇഞ്ച് ഇറക്കമാണ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് ഞാൻ പറഞ്ഞല്ലോ 2 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, 3 ഇഞ്ച് വീതി. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പേപ്പറിൽ മാർക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തന്നത് കേട്ടോ. കാരണം നമ്മൾ വലിയ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കണം എന്നുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ യോക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ യോക്ക് നമ്മൾ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. പിന്നെ ആം ഹോള് കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്നും ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ നെക്കും ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അതും കൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തത് നെക്ക് നമ്മൾ കട്ട് ചെയ്യുക. നെക്ക് ഞാൻ വി നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആലിയ കട്ടിന് വി നെക്കായിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക. പിന്നെ നമുക്കിതാ ഈ ഒരു 4 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ കയറ്റി മാർക്ക് ചെയ്തില്ലേ, ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ കട്ടിങ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഷുട്ടതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ടേബിളിൽ കയറി നടക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലെ കട്ടിങ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം ഒന്ന് എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഫ്രില്ലിടാനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് ഇതുപോലെ ഫുള്ളായിട്ട് താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നേരെ നമുക്ക് മുകളിലേക്ക്, അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു വര വരച്ച് കൊടുക്കട്ടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കോണായിട്ട് ഈ 4 ഇഞ്ചിൽ നിന്ന് ഈ മുകളിൽ ഈ അറ്റത്തേക്ക് ഇതുപോലെ കോണാക്കി വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്യാനില്ല. നമ്മൾ ആ ക്ലോത്ത് നേരെ ഫ്രില്ലിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് മാത്രം എത്രയാണെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഫ്രില്ലിട്ടിട്ട് ബാക്ക് പീസിനോട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് ഫ്രില്ലിടാനുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇനി ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇതുപോലെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഈ ആലിയ കട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്യാനുള്ളത്. സ്ലീവ് നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് ചെരിച്ച് കട്ട് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഉള്ളൊരു ഈസി മാർഗ്ഗമാണിത്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതിന് ലൈനിങ് ഒന്നും ഞാൻ വെക്കുന്നില്ല. നിങ്ങൾക്ക് ലൈനിങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചിട്ട് മറിച്ച്
അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അതുപോലത്തെ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുപാട് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കട്ടിങ് ഒരു ഭാഗവും സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് അങ്ങനെ 2 പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ക്രോസ് പീസ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചീത്ത വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ, അതാണ് സൗണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീത്ത വശത്തേക്കൊന്ന് മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. ഇനി ലൈനിങ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല പീസ് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പം ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് വശത്തേക്ക് ഇത് മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കത്തെ നെക്കും കൂടെ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള നൂലുകളും തുമ്പൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് നമ്മളെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ലാസ്റ്റ് എല്ലാം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്ക് വശം കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഇതാ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സ്പീഡായിട്ട് കാണിക്കുന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് അറിയാത്തവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രോക്കിൻ്റെ 2 വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫോട്ടോ അയക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത ആളുകൾക്ക് നമ്മളെ വക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ മാത്രമാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത്, ബാക്കി ആരും അയച്ചു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. വിങ് പ്ലസ് ഡിസൈൻസ് എന്നാണ് നമ്മളെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര്. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. ഫോട്ടോ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മളെ വക ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാക്ക് വശവും ഫ്രണ്ട് വശവും നല്ല വശങ്ങൾ ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ 2 ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സ്ലീവാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റേ ഷോൾഡറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സ്ലീവ് നമ്മൾ താഴ്വശം ഒരു പട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവൊക്കെ ചെയ്യൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ സ്ലീവ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇലാസ്റ്റിക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിലുള്ളൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങളെ സ്ലീവിൻ്റെ റൗണ്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പീസിൽ നമ്മൾ അത് അയൺ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം നമ്മൾക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തതാണ്. ഇനി 2 സൈഡും ചീത്ത വശത്ത് വെച്ചിട്ട് 2 സൈഡും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ഒന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു പട്ട ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ 2 നമുക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെയാണ് നമ്മൾ സ്ലീവിൽ ഈ ഒരു ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ നടുമടക്കിയതിന് ശേഷം 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു 1/4 ഇഞ്ചോളം എക്സ്ട്രാ ഇടണം കേട്ടോ, നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു തുമ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് മാത്രം ഇവിടെ എക്സ്ട്രാ ഇട്ടാൽ മതി കേട്ടോ, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവിനും പട്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ഈ അറ്റത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഏറ്റവും വലിയ സ്റ്റിച്ചിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രില്ലായിട്ട് വരും കേട്ടോ. എൻ്റെ മെഷീനിൽ നമ്മൾ വലിയ സ്റ്റിച്ച് ആക്കുമ്പോൾ ഇതുപോലെ ഫ്രില്ലായിട്ട് ഓട്ടോമാറ്റിക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു നൂല് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ അതുപോലെ ഫ്രില്ലാക്കി എടുക്കാം കേട്ടോ. വലിയ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി ഈ 2 അറ്റം ഉണ്ടല്ലോ, ഈ ഒരു 2 അറ്റം നമുക്ക് ഒന്ന് ചീത്ത വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ആ 2 വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പട്ട ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പട്ട ഇതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഈ ഒരു പട്ട നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രില്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ചീത്ത വശത്ത് വെച്ചിട്ട് ഈ പട്ട സ്റ്റിച്ച് ചെയ്യാം. ഞാൻ നല്ല ലെങ്ത് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുന്നത്. ഇനി നിങ്ങൾക്കിത് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ മുതൽ കട്ടിങ് ഒരു ഭാഗവും സ്റ്റിച്ചിങ് മാത്രമായിട്ടൊരു ഭാഗവും അങ്ങനെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഫ്രില്ലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു 1/4 ഇഞ്ചിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഒരു പട്ട ഇതേപോലെ ഇതിപ്പോൾ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി നല്ല വശത്തേക്ക് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഉള്ളിലേക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ അറ്റത്തിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ലീവിനൊക്കെ പട്ട വെക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ അറ്റത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാവും കേട്ടോ. കുറച്ചൊക്കെ ഒരു സ്റ്റിച്ച് ചെയ്യാനൊരു ഐഡിയ ഉള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നമ്മളിതിൻ്റെ പട്ട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്ററുകൾ തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങണം കേട്ടോ. നമ്മൾ സെൻറ്ററിൽ നിന്നും അങ്ങോട്ടും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും കേട്ടോ. നമ്മൾ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെത്തുമ്പോഴേക്ക് അത് കറക്റ്റ് ചിലപ്പം ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ സെൻറ്ററിൽ നിന്ന് എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഞാൻ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഈ സ്ലീവ് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ട് നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്ലീവിൻ്റെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യണുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ ഫ്രില്ല് സ്കേർട്ട് ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്തെടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വലിയ സ്റ്റിച്ചാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഫ്രില്ലായിട്ട് വരും കേട്ടോ. ഇനി നിങ്ങളെ മെഷീനിൽ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വലിയ സ്റ്റിച്ചാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു നൂല് മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഫ്രില്ലാക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഞാൻ ചെറിയ ചെറിയ ഫ്രില്ലുകളാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പീസ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ യോക്കിൻ്റെ ഭാഗത്തിനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രില്ല് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് പിന്ന് കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ യോക്കിൻ്റെയും നമ്മളെ ഈ സ്കേർട്ട് ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രില്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇതേപോലെ നമ്മൾ ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് അവിടെ ഒന്ന് പിന്ന് കുത്തി കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പിന്ന് കുത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണമല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ആലിയ കട്ട് കുർത്തി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് മറിച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ ഈ ഒരു 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും പിടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 1.5 ഇഞ്ചാണ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇവിടെ ഇടണം. ഞാൻ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിവശം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ താഴെ ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെമ്മിങ് ആയിട്ട് അങ്ങനെ റൗണ്ട് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതെല്ലാം ഫോൾഡ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ താഴെ വരെ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, താഴ്വശം ഇതേപോലെ ഫോൾഡ് ചെയ്ത് റൗണ്ടിൽ ചുറ്റോടിറ്റും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് ലേസാണോ നിങ്ങൾ എടുത്തിട്ടുള്ള ക്ലോത്തിലേക്ക് മാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലേസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഞാനൊരു വൈറ്റ് ലേസാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ആലിയ കട്ടിന് നമുക്ക് ഫ്രണ്ടിലൊരു ലേസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ലേസ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ നെക്കിലും കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വി ഷേപ്പിലാണ് നമ്മളിതിൻ്റെ നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വി ഷേപ്പിൽ നമ്മൾ ഈ ഒരു ലൈസും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലിയ കട്ട് കുർത്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ലുക്കിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലാണ് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിലും ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പട്ട വെച്ചില്ല, ആ പട്ട വെച്ച ആ ഒരു ഭാഗത്തായിട്ട് ലേസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്ഷനിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് ഈ ഒരു വൈറ്റ് നല്ല മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ നമുക്കൊന്ന് അയച്ചു തരാം. നല്ല രീതിയിൽ ചെയ്ത ആളുകൾക്ക് നമ്മുടെ വക ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരിലേക്കും എത്തുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.